എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അഡീനിയം വിത്തുകൾ പാകിയിട്ട് എന്തായി ചേച്ചി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഏകദേശം എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ആ വിത്തുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല കട്ടിയുള്ള വിത്തായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നടണത്, അതുകൊണ്ട് മുളയ്ക്കുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള തൈകളാണ്. ഇപ്പം കാണുന്നത് ഞാൻ രണ്ടാമത് നട്ടതാണ് കേട്ടോ, അതുകൊണ്ട് മുളച്ച് തുടങ്ങിയിട്ടില്ല. ആദ്യത്തെ നട്ടിട്ട് മുളയ്ക്കുകയാണെങ്കിൽ ബാക്കിയുള്ളത് നടാമെന്ന് വിചാരിച്ചു. വെറുതെ നമ്മൾ മണ്ണൂതൊക്കെ റെഡിയാക്കി നട്ടിട്ട് മുളച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് രണ്ടാമത് കുറച്ച് വിത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും തൈ മതി എന്നാണ് പറയണത്. ബുദ്ധിമുട്ടാൻ ആർക്കും പറ്റില്ല എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ മുളപ്പിക്കാമെന്ന് തന്നെ വിചാരിച്ചു. എനിക്ക് അങ്ങനെ ആറ്റുനോറ്റ് കിട്ടിയ വിത്തുകളല്ലേ, അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് കണ്ടോ, എല്ലാം ഒപ്പം നട്ടിട്ടും ഈ ചട്ടിയിലത്തെ വളരെ പതുക്കെയാണ് മുളച്ചത്. ഇതിൻ്റെ ഒന്നും കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരേപോലെ നട്ടതാണ് എല്ലാം. ചിലതൊക്കെ വേഗം മുളച്ചു, ചിലത് പതുക്കെയാണ് മുളച്ചത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോയിൽ അന്ന് പറഞ്ഞിരുന്നു എത്ര ദിവസം കൊണ്ടാണ് മുളയ്ക്കാമെന്ന് എനിക്കറിയില്ല എന്ന്. ചിലർ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് മുളയ്ക്കുന്നൊക്കെ. എൻ്റെ ഒരാഴ്ച കൊണ്ടൊന്നും മുളച്ചില്ല. കുറച്ചൊക്കെ ഒരാഴ്ച, ഒരു 1.5 ആഴ്ച ആവാറായപ്പോഴേക്കും മുളച്ചു. ചിലത് അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടോ മുളച്ച് വരണേ ഉള്ളൂ. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഈ ചെടികളൊക്കെ ഞാൻ എന്താ നിങ്ങളെ കാണിക്കണേന്ന് വിചാരിച്ചാൽ, എൻ്റെ ചെടികളൊക്കെ കുറച്ച് ഞാൻ വിൽക്കാമെന്ന് വിചാരിക്കണം. വളരെ കുറച്ച് വിലയ്ക്ക്, നഴ്സറിയിൽ നിന്ന് കിട്ടുന്നേക്കാളും കുറച്ച് വിലയ്ക്ക്. പ്രധാന കാരണം എൻ്റെ വീട്ടിൽ വെക്കാനായിട്ട് അധികം സ്ഥലമില്ല. ഉള്ള സ്ഥലത്താണ് എല്ലാം വെച്ചേക്കണത്. പൂച്ചക്കുട്ടിയാണെങ്കിൽ എല്ലാം നശിപ്പിക്കും. ഈ ചെടിയൊക്കെ കണ്ടോ, വളരെ ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കണത്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. പോത്തോസൊക്കെ, മണി പ്ലാന്റ് എല്ലാവർക്കും അറിയാലോ. എൻ്റെ ചെടികളുടെ കട്ടിങ്സ്, ചെടികൾ, അങ്ങനെയെല്ലാം തൈകൾ എൻ്റെ കയ്യിലുള്ളത് മദർ പ്ലാന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കൊറിയർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല. അതിൽ കുറച്ചും കൂടി കഴിയണം. വീട്ടിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ചെടികൾ ചട്ടികളുടെ വലിപ്പം അനുസരിച്ച് വില വ്യത്യാസം ഉണ്ടാവും. എന്നാലും നഴ്സറിയേക്കാളും വളരെ കുറച്ച് വിലയ്ക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. തൃപ്പൂണിത്തുറ വടക്കേ കോട്ടയിലാണ് എൻ്റെ വീട്. ചെടിക്ക് താല്പര്യമുള്ളവർ എന്നോട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പറൊക്കെ തരാം. അല്ലാതെ വെറുതെ നമ്പർ വെക്കണില്ല. വേണമെന്ന് പറയണവർക്ക് മാത്രം നമ്പർ തരാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ ചെടികളൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ചെടികളിൽ നിന്ന് കുറച്ചായിട്ട് ഉൽപ്പാദിപ്പിച്ച തൈകൾ നിങ്ങൾക്കൊക്കെ വേണ്ടവർക്ക് തരാമെന്ന് വിചാരിച്ചു. ഞാനും അങ്ങനെ വിചാരിക്കാറുണ്ട്. എനിക്ക് കുറച്ച് ചെടികൾ അങ്ങനെ വിലക്കുറവിൽ കിട്ടിയിരുന്നെങ്കിലോ. നഴ്സറിയിലൊക്കെ വലിയ വിലയാണല്ലോ. അപ്പോൾ എൻ്റെ ആ ആഗ്രഹം പോലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെറിയ കട്ടിങ്സ് കിട്ടിയാലും മതിയായിരുന്നു, നമുക്ക് പിടിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കട്ടിങ്സ് ഒന്നും നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെടികളുടെ കട്ടിങ്സ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ, ഈ ഞങ്ങളുടെ പരിസര പ്രദേശത്തൊക്കെ ഉണ്ടെങ്കിൽ പറയുക. തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ അടുത്താണ് എൻ്റെ വീട്. നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലൊരു വഴിയുണ്ട്, അതിൽ കൂടെ കയറി വന്നാൽ നമ്മുടെ വീടെത്തും. അപ്പോൾ അങ്ങനെ എന്നോട് ആവശ്യമുള്ളവർ പറയാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അധികം ഞാൻ കൊടുക്കുന്നത്. ഒട്ടും സ്ഥലം വളരെ കുറവാണ്. പൂച്ചയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ചെടികളൊക്കെ പൂച്ച കളഞ്ഞു. പിന്നെ ഗപ്പികളും ഉണ്ട് എൻ്റെ കയ്യിൽ. അത്ര അധികം ഒന്നുമില്ല. കണ്ടോ നമ്മുടെ നശിച്ചു പോയ ചെടിയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടോ, നന്നായി വന്നു കേട്ടോ. അത് ഞാനതിനെ ചില ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. 2-3 ദിവസം മുമ്പുള്ളൊരു വീഡിയോ, 2-3 ആഴ്ച മുമ്പുള്ള വീഡിയോയിൽ കോളിസ് പ്ലാന്റ്സ് നടന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കട്ടിങ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഇതിൽ അധികം കളറൊന്നും ഇല്ല. ഒരു 6 കളറേ ഉള്ളൂ. 7 കളറുണ്ട്, എങ്കിലും ഒരു 6 കളറിൻ്റെ കട്ടിങ്സേ കാണുള്ളൂ. ഒരെണ്ണം ചെറുതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണ്ടവരപ്പോൾ വന്ന് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുക. കുറഞ്ഞ വിലയിൽ കിട്ടുന്നതായിരിക്കും. കൊറിയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്താം. ഞാൻ 75 രൂപയ്ക്ക് ഒരു ചെറിയ തൈ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എല്ലാം കട്ടിങ്സൊക്കെ വേഗം പിടിക്കും. ഇതൊക്കെ ഞാൻ ആർക്ക് വേണമെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് തരുന്നതായിരിക്കും. വേണ്ടവർ വരിക, വന്ന് വാങ്ങിക്കൊണ്ട് പോവുക കേട്ടോ. ഈ ചെടിയൊക്കെ കണ്ടോ, കാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ചില ചെടികളൊക്കെ ഇങ്ങനെ പടർന്ന് കയറുന്നൊരു ചെടിയുണ്ട്, അതിങ്ങനെ കാട് പിടിച്ച് താഴെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പണ്ട്. ഇപ്പോൾ അത് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ നല്ലതായാലും ചീത്തയായാലും എൻ്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുക. എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ.
ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഓരോ ചെടികളുടെയും സംരക്ഷണം എങ്ങനെയാണ്, ഓരോ ചെടികളും പ്രത്യേകം എടുത്ത് ഓരോരോ വീഡിയോകളായിട്ട് ചെയ്യാം. ധാരാളം അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക. മഴയൊക്കെയാണ്, പല പല അസുഖങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിനൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം കേട്ടോ. എൻ്റെ അടീനിയത്തിൽ വീണ്ടും വിത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനത് പറയാൻ മറന്നു പോയതാണ്. ഉണങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്കൊക്കെ തരാം കേട്ടോ.